നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. സഭാ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. സഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അതിശക്തമായി ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് നമുക്ക് വളരെ വേഗം പോകണം. അതിനു മുൻപ് വാർത്തകൾ വേഗത്തിൽ നോക്കാം. കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT. എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിലും തീരുമാനം. കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് സാധ്യത. ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിതയെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവും മൊഴിയും ശേഖരിക്കാൻ അന്വേഷണ സംഘം. കുന്നമംഗലം കോടതിയിൽ ഷിംജിത ഇന്ന് ജാമ്യാപേക്ഷ നൽകും. മകനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയുടെ ശിക്ഷാവിധി ഇന്ന്. വധശിക്ഷ തന്നെ വേണമെന്ന് പ്രോസിക്യൂഷൻ. വിധി പറയുക തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം. കൂടുതൽ തെളിവുകളുമായി SITയുടെ റിപ്പോർട്ട് കോടതിയിൽ. ആദ്യ കേസിലെ അതിജീവിതയുടെ സത്യവാങ്മൂലം കാട്ടി ജാമ്യം പ്രതിരോധിക്കാൻ പ്രോസിക്യൂഷൻ. കേരളത്തിൽ അതിവേഗ റെയിൽ പദ്ധതി തയ്യാറാക്കാൻ കേന്ദ്രം. DPR തയ്യാറാക്കാൻ DMRCയെ ചുമതലപ്പെടുത്തി. വരിക 430 കിലോമീറ്റർ റെയിൽപാത. പൊന്നാനിയിൽ ഓഫീസ് തുറക്കാൻ ശ്രീധരൻ. മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള രഥയാത്ര ഇന്ന് തിരുനാവായയിൽ. നേരത്തെ തമിഴ്നാട് അനുമതി നിഷേധിച്ച യാത്ര ആരംഭിച്ചത് പാലക്കാട് കൽപ്പാത്തിയിൽ നിന്ന്. രഥയാത്ര ശ്രീചക്ര മഹാമേരു പ്രതിഷ്ഠ വഹിച്ചുകൊണ്ട്. ഇന്ത്യയുമായി നല്ല വ്യാപാര കരാർ വരുമെന്ന് ട്രംപ്. നരേന്ദ്രമോദി മികച്ച നേതാവെന്ന് ആവർത്തിച്ചു. യൂറോപ്പുമായുള്ള ചുങ്കപ്പോരിൽ അയഞ്ഞ് അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ബലം പ്രയോഗിക്കില്ല എന്നും ട്രംപ്. ന്യൂസിലാൻഡിനെതിരായ 2020-ൽ ഇന്ത്യക്ക് ജയത്തുടക്കം. നാഗ്പൂരിൽ ജയം 48 റൺസിന്. പരമ്പരയിൽ 1-0 മുന്നിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നിയമസഭയിൽ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷമൊരുങ്ങുകയാണ്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ തുടക്കം മുതൽ പ്രതിഷേധിക്കാനാണ് തീരുമാനം എന്നാണ് മനസ്സിലാകുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന്, ഇപ്പോൾ നമുക്ക് നേരെ സഭയിലേക്ക് പോകണം. അവിടെ കാര്യപരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉറച്ച ശബ്ദത്തോടെ അവതരിപ്പിച്ചു. നിയമസഭയിൽ ഇടപെടലുകളിലൂടെ അദ്ദേഹം കുന്നംകുളത്തിന്റെ വികസനത്തിന് അടിത്തറയിട്ടു. വായനയും എഴുത്തിനെയും സ്നേഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലും സഹകരണ മേഖലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സൗമ്യമായ ഇടപെടൽ കൊണ്ട് എതിർ രാഷ്ട്രീയ കക്ഷിയുടെ പോലും ആദരവ് പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ലളിതമായ ജീവിത ശൈലിയും ജനങ്ങളോടുള്ള ഊഷ്മളമായ പെരുമാറ്റവും ബാബുവും പാലിശ്ശേരിയെ വേറിട്ട് നിർത്തി. ബാബുവും പാലിശ്ശേരിയുടെ വിയോഗം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും തൃശൂർ ജില്ലയിലെ സാമൂഹിക സാഹിത്യ മണ്ഡലത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അച്ചടക്കവും വിനയവും കൈമുതലാക്കിയ ജീവിതം വരും തലമുറയെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് എന്നും ഒരു പാഠപുസ്തകമായി നിലനിൽക്കും. ശ്രീ MR രഘുചന്ദ്രപാൽ. കേരളത്തിലെ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ MR രഘുചന്ദ്രപാൽ 2025 നവംബർ 8 അന്തരിച്ചു. 1950 മാർച്ച് 12 തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളത്ത് രാഘവൻ നാടാർ കമലാഭായി ദമ്പതികളുടെ മകനായി ജനിച്ചു. കോവളം പാറശാല മണ്ഡലങ്ങൾ പ്രതിനിധീകരിച്ച് സഭയിൽ അംഗമായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് രഘുചന്ദ്രപാൽ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. നിയമപഠനത്തിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവളം മണ്ഡലത്തിൽ നിന്നും ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റ് രംഗത്തേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 1991 പാറശാല മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 91-95 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിരുന്നു. കാഞ്ഞിരംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലും അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മന്ത്രി പദവിയിലിരിക്കെ എക്സൈസ് വകുപ്പിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കോവള പാറശാല മണ്ഡലങ്ങളുടെ വികസനത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ നിസ്തൂലമാണ്. സാംസ്കാരിക രംഗങ്ങളിലും സജീവമായിരുന്നു അദ്ദേഹം. നാടകങ്ങൾ രചിക്കുകയും അഭിനയിക്കുകയും ഗാനങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെയർമാൻ എന്ന നിലയിൽ വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിച്ചു. ജനകീയ നേതാവ്, മികച്ച സംഘാടകൻ, കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രഘുചന്ദ്രപാൽ നിയമസഭാ നടപടികളിൽ സജീവമായി ഇടപെടുന്ന രംഗം കൂടിയായിരുന്നു. അദ്ദേഹം ജനമനസ്സുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. ശ്രീ KK നാരായണൻ. CPIM മുതിർന്ന നേതാവും ധർമ്മടം മുൻ MLAയുമായിരുന്ന KK നാരായണൻ 2025 ഡിസംബർ 30 അന്തരിച്ചു. 2011 മുതൽ 16 വരെ ധർമ്മടം മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. അദ്ദേഹം
കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് 2005-2010 നിലയിലും പ്രവർത്തിച്ചു. 1948 ഫെബ്രുവരി 15 കണ്ണൂരിലെ പെരളശ്ശേരിയിൽ, കൈപ്പച്ചേരിയിൽ കുന്നുംപുറത്ത് കണ്ണന്റെയും വാഴവളപ്പിൽ മാധുവിന്റെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. ലളിത ജീവിതം കൊണ്ട്, ജനകീയ ഇടപെടൽ കൊണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ തന്റേതായ ഇടം കണ്ടെത്തിയ നേതാവായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പോലീസ് മർദ്ദനത്തിന് ഇരയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ തൊഴിലാളിയുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം എന്നും നിലകൊണ്ടു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ വളർച്ച ശക്തിപ്പെടുത്തുന്നതിൽ KK നാരായണൻ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. കണ്ണൂർ AKG സ്മാരക സഹകരണ ആശുപത്രി പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം മികച്ച സഹകാരിയാണെന്ന് തെളിയിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലയളവിൽ ജില്ലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങളും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. രാഷ്ട്രീയത്തിനതീതമായി സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം പ്രാദേശിക ചരിത്രത്തിലും സാമൂഹിക വിഷയങ്ങളിലും ആഴത്തിൽ അറിവുള്ള വ്യക്തിയായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമായി നിലകൊണ്ട ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. KK നാരായണന്റെ വിയോഗം കേരളത്തിന്റെ പൊതുജീവിതത്തിനും ജനാധിപത്യ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും തീരാ നഷ്ടമാണ്. ശ്രീ PM മാത്യു കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കടുത്തുരുത്തി മുൻ MLAയുമായിരുന്ന PM മാത്യു 2025 ഡിസംബർ 30 അന്തരിച്ചു. 1991-96 വരെ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നു. കടുത്തുരുത്തി അരുണാശ്ശേരിയിൽ PJ മാത്യു ത്രേസ്യാമ ദമ്പതിയുടെ മകനായി 1950 സെപ്റ്റംബർ 30 ജനനം. കടുത്തുരുത്തി സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളുടെ പതിറ്റാണ്ടുകളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് PM മാത്യു തന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. KSC സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ബിരുദ പഠനത്തിന് ശേഷം നിയമപഠനവും പൂർത്തിയാക്കിയ അദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനകീയ പ്രശ്നങ്ങൾ സജീവമായി ഇടപെട്ടിരുന്നു. 1991 കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തിയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 93 പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് TM ജേക്കബ് വിഭാഗത്തോടൊപ്പം ചേർന്ന അദ്ദേഹം കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന്റെ പ്രഥമ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. കർഷകരുടെ അവകാശങ്ങൾക്ക് അദ്ദേഹം നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങൾ ശ്രദ്ധേയമാണ്. കേരളത്തിലെ സഹകരണ വികസന മേഖലകളിൽ PM മാത്യുവിന്റെ പങ്ക് നിസ്തൂലമാണ്. ഒഡെപെക് ചെയർമാനായും KSFE വൈസ് ചെയർമാനായും അദ്ദേഹം സുസ്ഥിരമായ സേവനം കാഴ്ചവെച്ചു. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ചെയർമാൻ, റബ്ബർ മാർക്ക് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളും അദ്ദേഹം പ്രവർത്തിച്ചു. കൂടാതെ അദ്ദേഹം കേരള സർവകലാശാല സെനറ്റ് അംഗമായും സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ അഡ്വൈസറി ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2020 രൂപീകരിച്ച നാഷണൽ ഫാർമേഴ്സ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും സ്ഥാനവും അദ്ദേഹം വഹിച്ചിരുന്നു. സത്യസന്ധതയും ലളിത ജീവിതവും മുഖമുദ്രയാക്കിയിരുന്ന PM മാത്യു കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി സൌഹൃദം പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകൾക്ക് വലിയൊരു നഷ്ടമാണ്. ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് 2026 ജനുവരി 6 അന്തരിച്ചു. 1952 മെയ് 20 എറണാകുളം ജില്ലയിലെ ആലുവ കൊങ്ങോർപിള്ളിയിൽ VU ഖാദറിന്റെയും ചിത്തുമ്മയുടെയും മകനാണ് അദ്ദേഹം ജനിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വിവിധ ട്രേഡ് യൂണിയനുകളുടെ അമരക്കാരൻ, മന്ത്രി, നിയമസഭാ സാമാജികൻ എന്നീ നിലകളിൽ അദ്ദേഹം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നു. ഫാക്ടറി ജീവനക്കാരിൽ തുടങ്ങി സംസ്ഥാന മന്ത്രി വരെയായ അതിശയിപ്പിക്കുന്ന രാഷ്ട്രീയ ജീവിതരേഖയാണ് ഇബ്രാഹിം കുഞ്ഞിന്റേത്. വിദ്യാർത്ഥി പ്രസ്ഥാനം MSFലൂടെയാണ് ഇബ്രാഹിം പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. പിന്നീട് മുസ്ലിം യൂത്ത് ലീഗിന്റെയും എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിന്റെയും നേതൃനിരയിലേക്ക് അദ്ദേഹം ഉയർന്നു. എറണാകുളം ജില്ലയിലെ വ്യവസായ മേഖലയായ എല്ലൂർ കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമായിരുന്നു. 2001 മട്ടാഞ്ചേരി മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തുടർന്ന് 2006 വീണ്ടും മട്ടാഞ്ചേരിയിൽ നിന്നും 2011-16 കാലങ്ങളിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം വിജയിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2005-2006 കാലഘട്ടത്തിൽ വ്യവസായ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായും 2011-16 കാലയളവിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹം പ്രവർത്തിച്ചു. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം, സിയാൽ ഡയറക്ടർ, ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അംഗം, തിരുവല്ല ട്രക്കോ എംപ്ലോയീസ് ഓർഗനൈസേഷൻ പ്രസിഡന്റ്, ബിനാനിപുരം ബിനാനി സിംഗ് വർക്കേഴ്സ് ഫെഡറേഷന്റെ ആലുവ GTN വർക്കേഴ്സ് അസോസിയേഷന്റെയും ജനറൽ സെക്രട്ടറി, ഗ്രന്ഥശാലാ സംഘം ജില്ലാ ബോർഡ് അംഗം, എറണാകുളം ജില്ലാ വികസന സമിതി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. ചന്ദ്രിക പത്രത്തിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമാണ്. ഭരണരംഗത്തെ മികവ് പരിഗണിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്.
ജനങ്ങളുടെ അടുപ്പവും ഭരണകാര്യങ്ങളിൽ കാണിച്ച ദൃഢനിശ്ചയവും അദ്ദേഹത്തെ വേറിട്ട വ്യക്തിത്വമായി മാറ്റി. വിവിധ മേഖല വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയതിലൂടെ വി കെ ഇബ്രാഹിം കുഞ്ഞ് സംസ്ഥാനത്തിന്റെ വളർച്ചയിൽ തന്റേതായ പങ്കുവഹിച്ച വികസന പ്രവർത്തനം അദ്ദേഹം കാണിച്ച ജാഗ്രതയും സംഘാടക മികവും എന്നും സ്മരിക്കപ്പെടും. ശ്രീ തോമസ് കുതിരവട്ടം. മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ തോമസ് കുതിരവട്ടം 2026 ജനുവരി 12 അന്തരിച്ചു. ചെങ്ങന്നൂരിലെ കല്ലിശ്ശേരിയിൽ കുതിരവട്ടം തോമസ് വർഗീസ്, അന്നമ്മ വർഗീസ് ദമ്പതികളുടെ മകനായി 1945 ജൂൺ 1 ജനനം. ദീർഘകാലം കേരള കോൺഗ്രസ് എം പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു. 1985-91 രാജ്യസഭാംഗമായിരുന്നു. ഇന്ത്യൻ പാർലമെന്ററി നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് തോമസ് കുതിരവട്ടം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. 60കളിൽ KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം ആരംഭിച്ചു. 64-ൽ കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടപ്പോൾ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ KC കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു നേതാക്കളിൽ ഒരാളാണ് ശ്രീ തോമസ് കുതിരവട്ടം. കേരള കോൺഗ്രസ് മാണി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അവിഭക്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും ജനറൽ സെക്രട്ടറിയും കൂടിയായിരുന്നു. 1980-ൽ ചെങ്ങന്നൂരിൽ നിന്നും 96-ൽ പത്തനാപുരത്തു നിന്നും നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായും അദ്ദേഹം ദീർഘകാലം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പാർലമെന്റേറിയൻ നിലയിൽ സാമൂഹിക പ്രവർത്തന നിലയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ്. രാജ്യസഭാംഗമായിരിക്കെ ബൊഫേഴ്സ് ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അംഗീകാരമായിരുന്നു. പാർലമെന്റിന്റെ വിവിധ സമിതികൾ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹം കേരളത്തിന്റെ റെയിൽവേ, കാർഷിക വികസനം എന്നീ വിഷയങ്ങളിൽ ശക്തമിടപെടൽ നടത്തി. 2010 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തോമസ് കുതിരവട്ടം അധികാരത്തിന്റെ പകിട്ടുകളെക്കാൾ സാധാരണക്കാരുടെ സ്നേഹത്തിന് വില കൽപ്പിച്ച നേതാവായിരുന്നു. എതിർപ്പുകളെ പുഞ്ചിരിയോടെ നേരിട്ടിരുന്ന അദ്ദേഹം കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ ശബ്ദമായിരുന്നു. വിയോഗവേളയിൽ അദ്ദേഹം അവശേഷിപ്പിച്ച പോകുന്നത് ആദർശശുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ്. അന്തരിച്ച മഹത് വ്യക്തികളുടെ ആദർശസൂചകമായി നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. അന്തരിച്ച നിയമസഭാ സാമാജികർക്ക് ആദരമർപ്പിക്കുകയാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്. ചോദ്യോത്തരവേള ആരംഭിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അന്തരിച്ച നിയമസഭാ സാമാജികർക്കുള്ള ആദരം ഇപ്പോൾ സഭയിൽ ഉണ്ടാകുന്നു. തൽക്കാലം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകില്ല എന്നാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകാതെ ഉള്ള പ്രതിഷേധം. ഡാൻ കുര്യൻ വിവരങ്ങൾ. ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീമതി ശാന്തകുമാരി കെ, അംബിക, ശ്രീമതി ഉമാ തോമസ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തേക്കുള്ള ചെയർമാൻ പേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. യെസ് സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ ശ്രീമതി ഉമാ തോമസ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തേക്കുള്ള ചെയർമാൻ പേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു. യെസ് സർ, ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. സഭാ ടിവിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കതിലേക്ക് തന്നെ വരാം ഉടനെ. എൻ്റെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭയിൽ ചരമോപചാരം നടന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനും തന്നെ വ്യക്തമാകും. സഭാ ടി വിയാണ് വഴിയാണ് സാധാരണ നിയമസഭയിലെ ചോദ്യോത്തരവേളയടക്കം പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്നത്. സഭാ ടി വിയിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു. വളരെ പെട്ടെന്ന് അതിലേക്ക് വരാം എന്നും നമുക്ക് കരുതാം. ഏതായാലും സഭയിൽ ഇന്ന് പ്രതിപക്ഷം ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തും എന്നറിയിച്ചിട്ടുണ്ട്. സഭാ നടപടികളുമായി സഹകരിക്കാതെ ഇറങ്ങിപ്പോക്കടക്കം ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്നാണ് മനസ്സിലാകേണ്ടത്. തത്സമയ സംപ്രേഷണം അല്പസമയത്തിനൊക്കെ ലഭ്യമാകുമെന്ന് കരുതാം. സഭയിൽ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നില്ല. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഡാൻ കുര്യനുണ്ട്. ഡാന്,
അടിയന്തര പ്രമേയം സാധാരണ നടപടിക്രമമാണ്, അതിന്ന് സംഭവിക്കുന്നില്ല എന്നാണോ? ഒപ്പം പ്ലക്കാർഡുകളടക്കം ഉയർത്തിയാണ് പ്രതിപക്ഷം എത്തിയേക്കുന്നത് എന്നറിയുന്നു. മറ്റു വിവരങ്ങൾ എന്താണ്? സ്വർണ്ണക്കൊള്ള സഭയിൽ ഉന്നയിച്ചു അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷം, പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം ഇപ്പോൾ സഭയിലെത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ഡാൻ, വിവരങ്ങൾ? വലിയ പ്രതിഷേധമാണ്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. ആദ്യം സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചതിന് ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്ന് അറിയിച്ച അദ്ദേഹം ചരമോപചാരം അർപ്പിക്കുകയെന്ന് അങ്ങനെ 10 മിനിറ്റ് നേരം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സംഭാഷണം നീണ്ടു. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാകണം, അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വീഴ്ച വരുത്തിയ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഭാ നടപടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം സഭയിൽ നടക്കുന്നു. സബ്മിഷൻ ഒരു വശത്ത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രതിനിധികൾ നടത്തുമ്പോൾ മറുവശത്ത് വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ സഭയിൽ ഉയരുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാരണം സഭാ ടി.വിയിലും ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയാത്ത നിലയിലാണ്. ആ ദൃശ്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമാണ് സഭാ ടി.വിയിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അല്പസമയത്തിനകം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വരും. അവിടെ പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും മാധ്യമങ്ങളെ കാണും. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുറത്ത് ഏത് തരത്തിലായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത്? നമുക്കറിയാം, മേഖലാ ജാഥകൾ അടക്കം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ നേട്ടം കൊയ്യാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലായിരുന്നു UDF. ആ പ്രതിഷേധം നിയമസഭയ്ക്കുള്ളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് സഭയ്ക്കകത്തും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ സഭയിലേക്ക് എത്തിയത്. നമുക്കറിയാം, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകാൻ തയ്യാറാകാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മാത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം സഭയിലുണ്ട്. സഭാ ടി.വിയിൽ പക്ഷേ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഭ തുടങ്ങി ചരമോപചാരം അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കായിരുന്നു. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 ദിവസവും ഇത്തരത്തിൽ നടപടികൾ ചരമോപചാരം അടക്കം അർപ്പിച്ച് പിരിയുന്നതിൻ്റെ പശ്ചാത്തലമായിരുന്നു. ഇന്നു മുതൽ സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 16ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ് ഇത് എന്നതുകൂടി ചേർത്ത് വെക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന സംസ്ഥാനത്തെ ഒട്ടാകെ പിടിച്ചുലച്ച ഒരു വിഷയം, അത് പ്രതിപക്ഷം അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ സഭയിൽ ഉന്നയിക്കുന്ന പശ്ചാത്തലമാണ്. ഇപ്പോൾ എന്താണ് ഡാൻ സഭയിൽ സംഭവിക്കുന്നത്? ഭരണപക്ഷത്തു നിന്നുള്ള MLA-മാർ സബ്മിഷനുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വലിയ പ്രതിഷേധം, സഭ പ്രക്ഷുബ്ധമായിരിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ സഭയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നടുത്തളത്തിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധത്തിന് വരെ അംഗങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും മീഡിയ റൂമിലെ സഭാ ടി.വിയിൽ പോലും ലഭ്യമായിട്ടില്ല. അതായത് ആ ദൃശ്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് സഭയുടെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്യുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ സബ്മിഷനുമായി ഭരണപക്ഷം മുമ്പോട്ട് പോകുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ സമാനതകളില്ലാത്ത പ്രതിഷേധം സഭയ്ക്ക് ഉള്ളിൽ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷ അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത മാർച്ചുണ്ട്. അതും നിയമസഭാ കവാടത്തിലേക്ക് 11 മണിക്കാണ്. 11 മണിക്ക് 12 മണിക്കും ഇടയിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ മാർച്ചും സംഘർഷഭരിതമാകാനാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് പുറത്ത് ഒരുക്കുന്നുണ്ട്. വലിയ പോലീസ് വിന്യാസം സഭയ്ക്ക് പുറത്തുണ്ട്. എന്തായാലും ഈ സഭയ്ക്കുള്ളിലെ പ്രതിഷേധം അവസാനിപ്പിച്ച അല്പസമയത്തിനകം സഭാംഗങ്ങൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പുറത്തേക്കിറങ്ങും, സഭ വിട്ടിറങ്ങും എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ പുറത്തു വെച്ച പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാനാണ് സാധ്യത. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നൊരു പൊളിറ്റിക്കൽ ടാറ്റിക്സിന്റെ ഭാഗമായി വേണം നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം തുടക്കമിട്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങളെ കാണാൻ.
സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന ബാനറും പ്ലക്കാർഡുകളും മറ്റും സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്നു. കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന് എന്ന ചോദ്യം ഈ ബാനറുകളിലൂടെ ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ സംരക്ഷിക്കാനാണോ എന്നും ചോദിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM സംരക്ഷണമുണ്ട് എന്നും ഈ ബാനറുകളുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആര് എന്ന് ചോദിക്കുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങുകയാണ് എന്ന് പറയുന്നു. കേരളം ഭരിക്കുന്നത് കൊള്ളസംഘമാണ് എന്നും പറയുന്നു. ശബരിമല കൊള്ളയടിച്ചത് CPMന്റെ മാഫിയ സംഘമാണ്. ദേവസ്വം മന്ത്രി രാജിവെക്കുക. ഒപ്പം പാരഡി ഗാനമായ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നതടക്കം എഴുതിക്കൊണ്ടുള്ള ബാനറുകളും ഫ്ലക്സുകളുമാണ് ഇപ്പോൾ പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ SITക്ക് മേൽ സർക്കാരിന്റെ വലിയ സമ്മർദ്ദമുണ്ട്, കടകംപള്ളി അടക്കം രക്ഷിക്കാനെന്നും പ്രതിപക്ഷം പറയുന്നു. ഏതായാലും വലിയ പ്രതിഷേധം സഭയിൽ നടക്കുകയാണ്. സഭാ TV-യിൽ ഈ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. കാരണം സഭാ TV-യിലൂടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യേണ്ട എന്ന് ഒരു തീരുമാനം ഉണ്ടായി കാണുമെന്ന് വേണം കരുതാൻ. സഭയിലുള്ള പ്രതിഷേധം തൽക്കാലം സഭാ TV-യുടെ ഭാഗമായി ഉണ്ടാകുന്നില്ല. വളരെ പെട്ടെന്നാണ് ഈ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ സഭാ TV പെട്ടെന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പൊതുജനങ്ങൾ ഈ പ്രതിഷേധം കാണണ്ട എന്നുള്ള തീരുമാനം സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് സഭയിൽ ഉണ്ടാകുന്നു. VN വാസവൻ രാജിവെക്കണമെന്നാണ് VD സതീശൻ ആവശ്യപ്പെടുന്നത്. സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഒപ്പം കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാനുള്ള നീക്കവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന വലിയ വിമർശനമാണ്. പക്ഷേ ഇപ്പോഴും സഭാ TV-യിൽ ആ പ്രതിഷേധമില്ല എന്നുള്ളത് ഏറെ കൗതുകകരമായ ഗൗരവതരമായ കാര്യം തന്നെയാണ്. ഇതടക്കം പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ സഭയിൽ ഉന്നയിച്ചേക്കാം എന്ന് വേണം കരുതാൻ. ഡാന്, സഭാ TV-യിൽ പ്രതിഷേധമില്ല, ഒരു ദൃശ്യം പോലും ജനം കാണേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് സർക്കാരെന്ന് തോന്നുന്നു. ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് സ്പീക്കറുടെ ഡയസിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ മുഖം മറച്ചുകൊണ്ട് വലിയ ഫ്ലക്സ് ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പീക്കറുടെ ഡയസിന് മുമ്പിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സ്പീക്കറുടെ മുഖം മറച്ചുള്ള പ്രതിഷേധം ഡയസിൽ നടക്കുകയാണ്. അവിടെ അതിശക്തമായ തരത്തിൽ, അതായത് കടകംപള്ളിയെ സംരക്ഷിക്കാൻ സമ്മർദ്ദം എന്തിന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ രക്ഷിക്കാനോ, സ്വർണ്ണക്കൊള്ളയിൽ ജയിലിലായ സഖാക്കൾക്ക് CPM സംരക്ഷണം തുടങ്ങിയ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സ്പീക്കറുടെ ഡയസിന് മുമ്പിൽ പുരോഗമിക്കുന്നത്. അതേസമയം MD രാജേഷ് ഇപ്പോൾ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾക്കെതിരെ, പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനവുമായി ഭരണപക്ഷവും രംഗത്തെത്തുന്ന സാഹചര്യം. അക്ഷരാർത്ഥത്തിൽ സഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുറത്ത് അലയടിച്ചിരുന്ന പ്രതിഷേധം സഭയ്ക്കുള്ളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും പ്രതിപക്ഷത്തിന്റെ മറുപടി? MD രാജേഷിന്റെ വാക്കുകൾക്ക് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം സഭയിൽ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. സഭാ TV-യിൽ ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അല്പസമയത്തിനകം സഭാ TV-യുടെ സംപ്രേഷണം പുനഃസ്ഥാപിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. ഏതായാലും പ്ലക്കാർഡുകളും ബാനറുകളുമായി VN വാസവൻ രാജിവെക്കണമെന്നും സ്വർണം കട്ടവൻ ആരപ്പ എന്ന ചോദ്യവുമായി പ്രതിപക്ഷം സഭയിൽ ആഞ്ഞടിക്കുകയാണ്. ഒരു തരത്തിലും സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. സഭയുടെ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു. സാർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി, കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SIT-യുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. Order. Calling attention. ബഹുമാനപ്പെട്ട പാർലമെന്റ് മിനിസ്റ്റർ. സാർ, സാർ, പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത്. ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം
പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് ഈ നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്? ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിണ്ണമെടുക്കാണ് പ്രതിപക്ഷം സഭയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ നൽകുന്ന അവകാശത്തെ വിനിയോഗിക്കാൻ തയ്യാറാവാതെ അതിന് ധൈര്യമില്ലാത്ത ഈ പ്രതിപക്ഷത്തെ ജനങ്ങൾ വിലയിരുത്തും. സർ, കോളിംഗ് അറ്റൻഷൻ സി കെ ഹരീന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി മന്ത്രി സി കെ ഹരീന്ദ്രൻ, പ്ലീസ്, ഇതൊരു ശരിയല്ല, പ്ലീസ് പ്രതിഷേധിച്ചു. ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു കോളിംഗ് അറ്റൻഷനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്നു. 2005 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി. രണ്ടാം UPA ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ വർഷങ്ങളിൽ 5.5 കോടിയോളം കുടുംബങ്ങളെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കി. കേരളത്തിൽ മുഴുവൻ ആക്റ്റീവ് തൊഴിലാളി കുടുംബങ്ങൾക്കും ആധാർ അധിഷ്ഠിത അക്കൗണ്ട് ഉള്ളതിനാൽ പദ്ധതിയിൽ നിന്ന് ഒരു കുടുംബവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കി പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ അജീവിക മിഷൻ ഗ്രാമീൺ, ചുരുക്കത്തിൽ രാംജി എന്നാക്കി പദ്ധതിയെ സംഘപരിവാർക്ക് വർഗീയ പ്രചരണ ആയുധമാക്കി പദ്ധതിയെ മാറ്റിയിരിക്കുന്നു. അതോടൊപ്പം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന അവകാശാധിഷ്ഠിത പദ്ധതിയായിരുന്ന ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉറപ്പില്ലാത്ത പദ്ധതിയാക്കി കേന്ദ്ര സർക്കാർ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ടും കള്ളപ്രചാരവേല നടത്തി സംഘപരിവാറുകൾ തൊഴിലാളികളെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാർ. രാജ്യത്താകെ 15.5 കോടി കുടുംബങ്ങളിലായി 26 കോടി തൊഴിലാളി കുടുംബങ്ങളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 8.5 കോടി കുടുംബങ്ങളിൽപ്പെട്ട 12.5 കോടി തൊഴിലാളികൾ മാത്രമാണ് ആക്റ്റീവ് തൊഴിലാളികളായി ഉള്ളത്. കേന്ദ്ര സർക്കാർ ആകെ അനുവദിച്ചത് ലേബർ ബഡ്ജറ്റും തുടർച്ചയായി കുറയ്ക്കുകയാണ്. 23-24 307 കോടി, 24-25 243 കോടി, 2025-26 210 കോടി, അങ്ങനെ തൊഴിൽ ദിനം കുറയ്ക്കുകയാണ്. ആദ്യം 1,11,887 കോടി രൂപയിൽ നിന്ന് വെട്ടിക്കുറച്ച് 86,000 കോടിയായി ചുരുക്കിയിരിക്കുകയാണ്. രാജ്യത്ത് പദ്ധതി മാതൃകയായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം. ശരാശരി തൊഴിൽ ദിനങ്ങൾ 67 നൽകുന്നു. 100 തൊഴിൽ ദിനങ്ങൾ 40% കുടുംബങ്ങൾക്കും നൽകുന്നു. അവർക്ക് 1,200 രൂപ ഫെസ്റ്റിവൽ അലവൻസ് നൽകുന്നു. ആദിവാസി കുടുംബങ്ങൾക്ക് 200 തൊഴിൽ ദിനം നൽകുന്നു. ട്രൈബൽ പ്ലസ് പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. തൊഴിലാളികൾക്ക് ക്ഷേമനിധിയും രാജ്യത്തിന് മാതൃകയായി നടപ്പിലാക്കുന്നു. സംസ്ഥാനത്ത് 19 ലക്ഷം കുടുംബങ്ങളിൽപ്പെട്ട 22 ലക്ഷം തൊഴിലാളികൾക്കാണ് ആക്റ്റീവ് കുടുംബങ്ങളിലായുള്ളത്. അവർക്ക് തൊഴിൽ കൊടുത്തു വരികയാണ് സാർ.
പുതിയ നിയമം പദ്ധതിയുടെ ബാധ്യത ആകെ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പദ്ധതി തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നാക്കി മാറ്റി കേന്ദ്രാവിഷ്കൃത പദ്ധതിയായി എല്ലാ മാനദണ്ഡങ്ങളും കേന്ദ്രം നിശ്ചയിച്ച് നടപ്പാക്കുമ്പോഴാണ് ഇത്തരമൊരു കൊള്ളകൂട നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ നിയമപ്രകാരം അവിദഗ്ധ തൊഴിൽ, വിദഗ്ധ തൊഴിൽ, മെറ്റീരിയൽ കോസ്റ്റ്, ഭരണച്ചെലവ് എല്ലാ ഇനത്തിലും 60% മാത്രമേ കേന്ദ്രം തരൂ. മാത്രമല്ല, കേന്ദ്രം അനുവദിക്കുന്ന ലേബർ ബഡ്ജറ്റിന് ആനുപാതികമായ 60% അനുവദിക്കണമെങ്കിൽ 40% സംസ്ഥാനം മുൻകൂർ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇതിനു പുറമെ കേന്ദ്രം അനുവദിക്കുന്നതിന് പുറത്തു നൽകുന്ന തൊഴിലിന്റെ മുഴുവൻ തുകയും സംസ്ഥാനം തന്നെ വഹിക്കണമെന്ന് പ്രത്യേകം നിഷ്കർഷിക്കുകയാണ്. സംസ്ഥാനങ്ങളെ അരിഞ്ഞുമുറുക്കി പ്രതിസന്ധിയിലാക്കുകയാണ്. മറ്റെല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വൻ വെട്ടിക്കുറവ് വരുത്തി പദ്ധതി വിഹിതം പോലും നിഷേധിക്കുന്ന ഘട്ടത്തിലൂടെ ഈ നടപടി തൊഴിലുറപ്പ് പദ്ധതിയെ തകർത്ത ഗ്രാമീണ ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാനാണ് ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് നിയമത്തിൽ മണ്ണുജലസമിതി 66 ഇനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. ഗ്രാമപ്രദേശത്ത് തൊഴിൽ കണ്ടെത്താനും പദ്ധതി പ്രത്യേക പരിപാടി നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം ഈ ചോദ്യം. അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയാണ് ഇവരെ എല്ലാവരെയും. കട്ടവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്നത് ഒരേ ഒരു ചിത്രത്തിലാണ്. അത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രത്തിലാണ്. കട്ടവനെയും കട്ട മുതൽ വാങ്ങിയവനെയും നിങ്ങൾക്ക് ഒരിടത്തെ കാണാൻ പറ്റൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ് എന്ന വസ്തുത നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ചിത്രം ഞങ്ങളും കാണിച്ചു തരാം. നിങ്ങൾ ബാനറും ചിത്രവും നിങ്ങൾക്ക് മാത്രമല്ല കിട്ടൂ. നാളെ ഞങ്ങൾ കാണിച്ചു തരാം ചിത്രം ഏതെല്ലാം വരും എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സാർ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ കുറ്റപ്പെടുത്താൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയില്ലേ? SITയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോ അതിനുള്ള മറുപടി പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിട്ടില്ലേ? അപ്പൊ ഹൈക്കോടതിയിൽ തോറ്റപ്പോ നിയമസഭയിൽ എന്നതാണ് ഇപ്പൊ കാണുന്നത്. ഹൈക്കോടതിക്കെതിരായിട്ടുള്ള നീക്കമായിട്ട് വേണം ഇതേ കാണാൻ. എന്തിനു വേണ്ടി? കോൺക്രീറ്റ് കൊണ്ടുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് കഥയുണ്ടാക്കിയ മഹാന്മാരാണ് സർവ്വരിക്കുന്നത്. കോൺക്രീറ്റ് കൊടിമരത്തിന് ചിതലരിച്ചെന്നും പറഞ്ഞ് ആ സ്വർണ്ണ പൂശിയ കൊടിമരം കട്ട അതിന് നേതൃത്വം കൊടുത്ത മഹാന്മാരെ സംരക്ഷിക്കാനാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ആളുകളൊന്ന് അറിയട്ടെ. നിങ്ങളിപ്പോ ഒരു പാരഡി പാടി നടക്കുന്നുണ്ടല്ലോ. അവസാനം നിങ്ങളെല്ലാം ഇപ്പൊ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ പ്രതികൾ അവരകപ്പെടുന്ന ഒരു ദിവസം വരും. അന്നേക്ക് പാടാൻ ഞങ്ങളൊരു പാട്ട് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കിക്കൊള്ളണം. സാർ, ഇവിടെ ഇടതുപക്ഷം ഒന്നാം UPA ഗവൺമെന്റിന് പിന്തുണ കൊടുത്തപ്പോ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം നടപ്പാക്കാൻ ഒന്നാം UPA ഗവൺമെന്റ് നിർബന്ധിതമായ പദ്ധതിയാണ് തൊഴിലുറപ്പ്. അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസിന് തൊഴിലുറപ്പിനോട് ഒരാത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നം ഇവിടെ സഭയിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അസംബന്ധ നാടകം ആ സമയത്ത് തന്നെ പ്രതിപക്ഷം കാണിക്കുന്നത്. തൊഴിലുറപ്പിനെ അട്ടിമറിക്കാൻ BJPയെ പോലെ തന്നെ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യം വെട്ടിക്കുറച്ചത് ചിദംബരം ധനകാര്യമന്ത്രിയായിരുന്നപ്പോഴാണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലത്താണ് തൊഴിലുറപ്പിന്റെ വിഹിതം ആദ്യമായി വെട്ടിക്കുറച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള
തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള സബ്മിഷൻ വരുമ്പോൾ വേറൊരു ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സഭയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്ക് മഹാത്മാഗാന്ധിയേക്കാൾ വലിയത് മറ്റൊരു ഗാന്ധിയാണ്. ആ ഗാന്ധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സർ, ഞാൻ എന്റെ വിശദമായ മറുപടി മേശപ്പുറത്ത് വെക്കുകയാണ്. അംഗങ്ങളൊന്ന് സീറ്റ് അവിടെ ഇത് മാറ്, ക്രോസ് ചെയ്ത് നിൽക്കല്ല, അംഗങ്ങൾ ക്രോസ് ചെയ്ത് നിൽക്കല്ല പ്ലീസ്. അദ്ദേഹം ചോദിക്കട്ടെ. സാർ, സംസ്ഥാന ഗവൺമെന്റ് ഈ 125 ദിവസമെന്ന കാപട്യപൂർണമായ പ്രഖ്യാപനം വഴി എത്ര കോടി രൂപയാണ് മാറ്റിവെക്കേണ്ടി വരിക എന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ചോദ്യം കേട്ടില്ല. എത്ര കോടി രൂപ മാറ്റിവെക്കണം? യെസ് സാർ, ഇന്നത്തെ നിലയിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുള്ളതിനേക്കാൾ 3544 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇന്നത്തെ നിലയിൽ നടപ്പാക്കണമെങ്കിൽ. താങ്ക് യു. ശ്രീ ടി ജെ വിനോദ്, നോട്ട് ഇൻ ദ സീറ്റ്. സബ്മിഷൻ. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. യെസ്, പോയിന്റ്. ഞാനിവിടെ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന സബ്മിഷൻ നമ്മുടെ ആസ്തി വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലത്തെ സ്കൂൾ ബസ്സുകൾക്ക് അനുവദിച്ചിട്ടുള്ള ഫണ്ട് യഥാസമയം ലഭിക്കാത്തത് സംബന്ധിച്ചാണ്. സാധാരണ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് 1-2 വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുത്താൽ മതിയാവും. എന്നാൽ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ബസ്സുകൾ വാങ്ങാൻ കഴിയണമെങ്കിൽ അലോട്ട്മെന്റ് നേരത്തെ തന്നെ ലഭിച്ചാൽ മാത്രമേ സാധ്യമാവൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 23-24 സാമ്പത്തിക വർഷത്തെയും 24-25 സാമ്പത്തിക വർഷത്തെയും ഇപ്പോഴത്തെ ഈ പുതിയ സാമ്പത്തിക വർഷത്തെയും ഫണ്ടിൽ ബസ്സുകൾ അനുവദിച്ചു കൊടുക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ മാത്രം അനുവദിച്ച 20 ബസ്സുകളുടെ കാര്യത്തിൽ ഇപ്പോൾ 4 ബസ്സുകളുടെ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. അവശേഷിക്കുന്ന ബസ്സുകളുടെ കൂടി വരാൻ പോകുന്ന പുതിയ വിദ്യാഭ്യാസ വർഷത്തിന് മുമ്പായി ലഭ്യമാക്കാൻ ആവശ്യമായ തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാം. സാർ, അത് ഈ കാര്യം പരിശോധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ കൺസേൺ വളരെ ഗൗരവമായിട്ട് വീണ്ടും വിളിച്ച് സംസാരിക്കാം. അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഒന്നുകൂടി ഇടപെടാം. ഇത് വിശദമായ മറുപടി രക്ഷപ്പെടുത്തും. ശ്രീ പി സി വിഷ്ണുനാഥ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ അനൂപ് ജേക്കബ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ കെ കെ രാമേന്ദ്രൻ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, വകുപ്പ് മന്ത്രി. സാർ, തൃശൂർ, എറണാകുളം ജില്ലകളിലെ 6 നിയോജക മണ്ഡലങ്ങളിൽ പെട്ട എൻ്റെ നിയോജക മണ്ഡലമായ പുതുക്കാട് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള 22 ഗ്രാമപഞ്ചായത്തുകളിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മറ്റത്തൂർ, പറപ്പൂക്കര ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഏക പദ്ധതിയായിട്ടുള്ള ചാലക്കുടി പുഴയെ നീരൊഴുക്ക് നിലനിർത്തിക്കൊണ്ട് നടത്തുന്ന റിവർ ഡൈവേർഷൻ പദ്ധതി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിക്കുന്നതാണ്. അവിടുത്തെ ജനറേഷൻ ക്രമീകരിച്ച് ആവശ്യമായ ജലം ചാലക്കുടി പുഴയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ജലനിരപ്പ് കുറഞ്ഞതിൻ്റെ ഭാഗമായി ഇടതുകര വലതുകര കനാലിലൂടെയുള്ള വെള്ളം കുറഞ്ഞിരിക്കുകയാണ്. ആ വെള്ളം എത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി, ആൻസർ ടേബിൾ ചെയ്താൽ മതി. ശ്രീ എൻ ഷംസുദ്ദീൻ, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ യു എ ലത്തീഫ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സാർ, മാതാപിതാ ഗുരു ദൈവം എന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയെ ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു ആപ്തവാക്യമാണ്. അതിൽ അധ്യാപകർ പ്രത്യേകിച്ച് 2018 മുതൽ നിയമിത ട്രിവാൻഡ്രം സിറ്റിയുടെ പ്രൈം ലൊക്കേഷൻ മഹാത്മാഗാന്ധി ദേശീയ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന
ഭിന്നശേഷിക്കാരായ അധ്യാപകരെ 4% നിയമിക്കണമെന്നുള്ള കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി വളരെ അടിയന്തരമായി പരിഹരിക്കാത്തത് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ വലിയ ഒരു തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് സാർ. അതായത് ഏകദേശം 17,000-ഓളം അധ്യാപകരാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടുള്ളത്. അവർ വലിയ സമരമാർഗത്തിലാണ്. ഈ 31-ാം തീയതി തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ വലിയ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിയാണ്. ഈ 4% സംവരണത്തിനുള്ള ആവശ്യമായ ഭിന്നശേഷിക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ള പ്രതിസന്ധിയും മുന്നിൽ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ റിട്ടോപ്പി നമ്പർ 14,317/2025 വ്യക്തമായൊരു നിർദ്ദേശം ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട് സാർ. Absolutely no justification for the government to deny consequential benefits to similarly situated persons. അതായത് NSSന് ലഭിച്ച അതേ നിലയിലുള്ള അനുവാദം മറ്റ് എയ്ഡഡ് മേഖലയിലെ മാനേജ്മെന്റുകൾക്ക് നൽകണമെന്നുള്ളതാണ് ഈ ആവശ്യം. അത് വളരെ പരിഹരിക്കണമെന്നുള്ളതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി. ടേബിൾ ചെയ്തോ മിനിസ്റ്റർ? ഉത്തരം ടേബിൾ ചെയ്തോ? വായിക്കണേ, വായിക്കാം. 95-ലെ പേഴ്സണൽ ഡിസബിലിറ്റീസ് ആക്ട് സെക്ഷൻ 33 പ്രകാരം കാഴ്ച പരിമിതർ, ശ്രവണ പരിമിതർ, ചലനശേഷി പരിമിതർ, സെറിബ്രൽ പാൾസി എന്നീ വിഭാഗത്തിലായി 3 സാർ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ഞാൻ വിളിച്ചുതരാം. സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സാർ ഇവിടെ ഗുണം മുഴുവൻ സ്വർണം കെട്ടത് ആരാണെന്നല്ലോ സാർ. സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. അവര് സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കെട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ സാർ. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീടുണ്ട് സാർ. സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണമുണ്ട്. സ്വർണം സാർ സോണിയാഗാന്ധിയെ പറ്റി എന്താ പറയാത്തത്? സോണിയാഗാന്ധിയെ പറ്റി പറ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ 2 പ്രാവശ്യം പോയില്ലേ? അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തില്ലേ സ്വർണം? ആ സ്വർണം എവിടുത്തെ സ്വർണം? സോണിയാഗാന്ധിയെ പറ്റി പറ. കോൺഗ്രസ് നേതാക്കളെ പറ്റി പറ. സാർ തീർന്നില്ല സാർ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. വായിക്കേ. ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനാ 2 പ്രാവശ്യം തന്ത്രി പോയത്? എന്തിനാ പോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? ആരാ കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത്? മറുപടി പറ. എന്തിനു വേണ്ടി സോണിയാഗാന്ധി അടുത്ത് പോയി? അതും വിളിക്കൂ. സോണിയാഗാന്ധിയുടെ അടുത്ത് എന്തിനു കൊണ്ടുപോയി? സോണിയാഗാന്ധിക്ക് ഇതിനുള്ള പങ്ക്. സാർ സോണിയാഗാന്ധിയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തു. ശ്രീ പി.ടി. റഹീം. സർ, 2010 ഒരു ക്യാൻസർ സെന്റർ ഉപയോഗിക്കാൻ വേണ്ടി മാവൂർ പഞ്ചായത്തിലെ ഏക്കർ കണക്കിന് സ്ഥലവും ബഹുനില കെട്ടിടവും സർക്കാരിന് കൈമാറിയിരുന്നു. ഇത് ഉപയോഗപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേരുകയും അത് ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ മന്ത്രിതല യോഗത്തിൽ കാര്യങ്ങൾ തീരുമാനം ആക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ സബ്മിഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സാർ. അത് ഉടനെ പ്രാവർത്തികമാക്കണം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മുന്നിൽ
സോണിയാഗാന്ധിയുടെ വസതിയുടെ ഗേറ്റ് തുറക്കപ്പെടുമോ സർ? കേരളത്തിലെ സാധാരണക്കാരനായ ഒരു കോൺഗ്രസ് പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ സർ സോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ? ആരാണ് സർ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? എന്തുദ്ദേശത്തിലാണ് സർ അവിടെ കയറ്റിയത്? ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സർ? കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സർ? ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത്. അടിയന്തര പ്രമേയത്തിലൂടെ ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നല്ലോ സർ. അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സർ. എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത്? അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സർ. അവർ കുറ്റം ചെയ്തിരിക്കുന്നു, അവർ കളവ് ചെയ്തിരിക്കുന്നു സർ. അവർ ഒളിച്ചോടുകയാണ്. ഇത് കേരളം കാണട്ടെ സർ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സർ. അവരുടെ ഒളിച്ചോട്ടമാണ്. ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം തേടുകയാണ് സർ ചെയ്യേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച വിഷയത്തിൽ സർ 10ാം മാസത്തിലാണ്, ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത്. 20ാം തീയതി ഇതിന്റെ അന്നത്തെ ചർച്ചയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പ്രപ്പോസൽ നൽകണമെന്ന്. ഇന്നലെയുടെ തലേന്ന് ആ പ്രപ്പോസൽ ഗവൺമെന്റിൽ എത്തിയിട്ടുണ്ട് സർ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഗവൺമെന്റ് ഓർഡറായി തന്നെ സർ. ശ്രീ P. ഉബൈദുള്ള നോട്ട് ഇൻ ദ സീറ്റ്. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ശ്രീ പ്രമോദ് നാരായൺ അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സണെ പ്രമോദ് നാരായണന് കമ്മിറ്റിയുടെ 19ാം റിപ്പോർട്ട് അവതരിപ്പിക്കാം. യെസ് സർ. അനൌദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ 19ാമത് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. യെസ്. ഓർഡർ. ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച. ശ്രീ TP രാമകൃഷ്ണൻ 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭാംഗങ്ങളുടെ ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങളെ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. 2026 ജനുവരി 20 ബഹുമാനപ്പെട്ട ഗവർണർ നിയമസഭകളോട് ചെയ്ത പ്രസംഗത്തിന് നിയമസഭാംഗങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. അദ്ദേഹം പറയണ്ട. ഉപക്ഷേപം അവതരിപ്പിച്ചു. യെസ്. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. നന്ദി രേഖപ്പെടുന്ന ഉപക്ഷേപത്തിന് ഭേദഗതി നോട്ടീസ് നൽകിയിട്ടുള്ള അംഗങ്ങൾ സീറ്റിലില്ല. അത് ഭേദഗതി എല്ലാം തള്ളിയിരിക്കുന്നു. ചർച്ച ബഹുമാനപ്പെട്ട സംസാരിച്ചു. യെസ്. അങ്ങ് TP രാമകൃഷ്ണൻ അങ്ങ്. ഗവർണർ എന്ന പദവി ഭരണഘടനാനുസൃതമാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ഗവർണർ നടത്തേണ്ടുന്ന പ്രസംഗം മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈ ഭരണഘടനാപരമായ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി മാതൃകാപരമാണ്. ഈ നിലപാട് ഉയർത്തിപ്പിടിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി ഉയർന്നു വന്ന വൻ പ്രതിസന്ധികളെ അസാധാരണമായ ചങ്കൂറ്റത്തോടെ മറികടന്ന് അതിജീവനത്തിൻ്റെയും പുനഃസൃഷ്ടിയുടെയും ചരിത്രം രചിച്ചാണ് LDF സർക്കാർ തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നത്. സഖാ പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന സർക്കാർ വിജ്ഞാനാധിഷ്ഠിത വികസന നവകേരളം സൃഷ്ടിക്കാനുള്ള ജൈത്രയാത്ര തുടരുക തന്നെ ചെയ്യും എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സർക്കാരിന് ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചത്. 2016 അധികാരമേറ്റ 1ാം പിണറായി സർക്കാർ മുൻ ഭരണത്തിൽ തകർന്നടിഞ്ഞു പോയ കേരളത്തെ ക്ഷേമത്തിൻ്റെയും വികസനത്തിൻ്റെയും പാതയിലേക്ക് നയിച്ചത് തിരിച്ചറിഞ്ഞ ജനങ്ങൾ അത് തുടരാൻ നൽകിയ അംഗീകാരമായിരുന്നു ഉജ്ജ്വലമായ ആ വൻ വിജയ തുടർച്ച. 10 വർഷം കൊണ്ട് കേരളം ആർജിച്ച എണ്ണമറ്റ നേട്ടങ്ങൾ ലോകശ്രദ്ധ നേടി. കേരളത്തിൻ്റെ വിവിധ ക്ഷേമ വികസന പദ്ധതികൾ രാജ്യത്തിനാകെ മാതൃകയായി അംഗീകരിക്കപ്പെട്ടു. നവകേരളം പടുത്തുയർത്താനുള്ള മുന്നേറ്റം തുടരാൻ ഇത്തവണയും LDFന് ജനകീയ അംഗീകാരം ലഭിക്കുമെന്നതിൽ സംശയമില്ല. അഴിമതിയും ജീർണതകളും വികസന മുരടിപ്പും കൊടികുത്തിവാണ നാളുകളിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിച്ച്
ക്ഷേമ വികസന പാതയിലേക്ക് നയിച്ചത് 2016 അധികാരമേറ്റ പിണറായി വിജയൻ സർക്കാരാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ തമ്പടിച്ച് വിഹരിച്ചിരുന്ന ഇടനിലക്കാരുടെയും മാഫിയ സംഘങ്ങളുടെയും പിടിയിൽ നിന്ന് ഭരണസ്ഥിരാകേന്ദ്രത്തെ മോചിപ്പിക്കുകയാണ് ഈ സർക്കാർ അധികാരമേറ്റ ഉടൻ ചെയ്തത്. ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയാഭിവാദ്യങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളുടെ ഹൃദയസ്പന്ദനം അറിഞ്ഞ് ജനക്ഷേമവും വികസനവും നാടിൻ്റെ പുരോഗതിയും ഉറപ്പുവരുത്തി ഈ ഗവൺമെന്റ് തുടർച്ചയായ 10 വർഷം പൂർത്തിയാക്കുന്നു. ഭരണ തുടർച്ചയുടെ കാഹളം തന്നെയാണ് കേരളത്തിൽ മുഴങ്ങുന്നത്. സർ, 2016 LDF അധികാരമേൽക്കുമ്പോൾ പാടെ തകർന്നു കിടക്കുകയായിരുന്നു നമ്മുടെ സംസ്ഥാനം. പാവങ്ങളുടെ ആശ്രയമായ 600 രൂപ ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാത്ത കൊടും ക്രൂരത ആർക്ക് മറക്കാനാവും? സർക്കാർ സ്കൂളുകൾ അനാദായകരമെന്ന് പറഞ്ഞ് വിൽപ്പനയ്ക്ക് വെച്ച കാലം, പരീക്ഷ കഴിഞ്ഞിട്ടും പാഠപുസ്തകം കാണാത്ത കാലം, നിയമന നിരോധനം അടിച്ചേൽപ്പിച്ച കാലം, വിലക്കയറ്റവും തകർന്ന പൊതുവിതരണ സംവിധാനവും നഷ്ടത്തിലേക്ക് കൂട്ടുകുത്തി, തകർന്ന പൊതുമേഖലാ വ്യവസായങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങും മണിക്കൂറുകൾ ഇരുൾ പടർത്തിയ കാലം. ആ നശിച്ച നാളുകൾ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് ചിന്തിച്ചുറപ്പിച്ച ഒരു ജനത ഇവിടെയുണ്ട്. തങ്ങളുടെ അനുഭവങ്ങളിലൂടെ അവർ അവരുടെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധികളിൽ പകച്ചു നിൽക്കാതെ അതെല്ലാം അതിജീവിക്കാൻ ജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ട് പോയി. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അഭൂതപൂർവമായ വികസനക്ഷേമ പദ്ധതികൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. LDF സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ജനപക്ഷ നിലപാടിൻ്റെയും ഫലമാണത്. കോൺഗ്രസും BJPയും എത്ര തന്നെ ശ്രമിച്ചാലും അത് മറച്ചുവെക്കാനാവില്ല. ഏതെങ്കിലും ഒരു വികസന ക്ഷേമ പദ്ധതിയെ നിങ്ങൾ അനുകൂലിച്ചിട്ടുണ്ടോ? ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോൾ അതിന് കൈയടിക്കുകയാണ് കോൺഗ്രസും UDFും. കേരളത്തിന്റെ അവകാശങ്ങൾ തടയാനല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉയർത്താൻ UDF ശ്രമിച്ചിട്ടുണ്ടോ? പാർലമെന്റിന് മുന്നിൽ നിരന്നു നിന്ന് പോറ്റിപ്പാട്ട് പാടിയ നിങ്ങളുടെ MP-മാർ കേന്ദ്ര പദ്ധതികളിൽ കേരളത്തിന് നിഷേധിച്ച ആയിരക്കണക്കിന് കോടി നൽകണമെന്ന് ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഉൾപ്പെടെ 10 വർഷം കൊണ്ട് വൻ കുതിപ്പാണുണ്ടായത്. ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, വയനാട് തുരങ്കപാത, വിഴിഞ്ഞം തുറമുഖം, ലൈഫ് മിഷൻ ഭവന പദ്ധതി, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ആർദ്രം മിഷനിലൂടെ മികച്ച ആരോഗ്യ സംവിധാനം, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, കിഫ്ബി പദ്ധതികൾ, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി ഇടമൺ പവർ ഹൈവേ, KFON തുടങ്ങി നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ വികസനക്ഷേമ മുന്നേറ്റം. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ എല്ലാം മുരടിച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങളുടെ ഭരണകാലത്ത് ദേശീയപാത അതോറിറ്റി അവരുടെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടതാണ്. സ്ഥലമെടുപ്പിന്റെ പകുതി വിഹിതം സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന വ്യവസ്ഥ പ്രകാരം LDF ഭരണത്തിൽ ദേശീയപാത നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അത് മുടക്കാൻ സമരം സംഘടിപ്പിച്ചവരാണ് കോൺഗ്രസും UDFും BJPയും. കീഴാറ്റൂരിൽ നന്ദിഗ്രാമിലെ മണ്ണും കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ സമരാഭാസം കേരളത്തിന് മറക്കാനാകുമോ? ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ കുത്തിത്തിരിവുകൾ മറികടന്ന് ഇതിനകം 440 കിലോമീറ്റർ പാത പൂർത്തീകരിച്ചു. എന്ത് എതിർപ്പുകൾ നിങ്ങൾ ഉയർത്തിയാലും LDF അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂലമായി പ്രതിപക്ഷം നിന്നിട്ടുണ്ടോ? വിനാശകാരികളായ നിങ്ങൾ എല്ലാറ്റിനും തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. കേരളം അതൊക്കെ മറികടന്നു. തങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ലൈഫ് അടക്കം LDF സർക്കാർ രൂപം നൽകിയ 4 മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് 2021 UDF പ്രഖ്യാപിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ വീടെന്ന സ്വപ്നം തല്ലിക്കെടുത്താൻ നോക്കിയ മനുഷ്യത്വമില്ലായ്മയ്ക്ക് ചുട്ട മറുപടി നൽകി കേരളം നിങ്ങളെ ആട്ടിയോടിച്ചു. UDF പിരിച്ചുവിടുമെന്ന് പ്രഖ്യാപിച്ച ലൈഫ് മിഷനിലൂടെ പിണറായി വിജയൻ സർക്കാർ 5 ലക്ഷം കുടുംബങ്ങളെ സ്വന്തം വീടിന് ഉടമകളാക്കി മാറ്റി. ഇരുൾ മൂടിയ അവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തി. ലൈഫ് പദ്ധതി പ്രകാരം 6,547 വീടുകൾ നിർമ്മിക്കുന്നതിന് കരാറൊപ്പിട്ട് കഴിഞ്ഞു. ലൈഫ് രാജ്യത്തിന് മാതൃകയാണെന്ന് നീതി ആയോഗ് ഈയിടെ പ്രഖ്യാപിച്ചത് നമ്മുടെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ഇത് കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്ന സാങ്കല്പിക വീടുകളല്ലെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. 2018 പ്രളയത്തിന് ശേഷം
1000 വീടുകളാണ് KPCC പ്രഖ്യാപിച്ചത്. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ വക 217 വീട്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി കോൺഗ്രസ് 100 വീട് വാഗ്ദാനം ചെയ്തു. രാഹുൽ ഗാന്ധി വക 100 വീട് വേറെ. യൂത്ത് കോൺഗ്രസ് വക 30 വീട്. ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടാകേണ്ടിയിരുന്നെങ്കിലും ജയിലിൽ ഏകാംഗ സെല്ലിൽ കഴിയുന്ന ഒരു MLA-യുടെ നേതൃത്വത്തിൽ ഇതിന് ഭീമമായ പണപ്പിരിവ് നടത്തി. എവിടെ ഈ വീടുകൾ? അതിനുവേണ്ടി സ്വരൂപിച്ച കോടികൾ എവിടെ? ഇനിയെങ്കിലും അത് തുറന്നു പറയണം. ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന പ്രഖ്യാപനത്തിൽ UDF ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തോട് മാപ്പ് പറയാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുമോ? പ്രതിപക്ഷം മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ പിരിച്ചുവിടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.